അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സ്വാബിറിയമാനി കറുകമാട് സംസാരിക്കുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാമത് വാർഷികവുമായി ബന്ധപ്പെട്ട് കുനിയയിൽ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഇന്നലെ കുനിയയിൽ സ്വാഗത സംഘ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി ബഹുമാനപ്പെട്ടവർ ഒരു പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ടൊരു പരാതി പറയുന്നുണ്ട്. ഉസ്താദെ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 2 വാഹനങ്ങളാണ് കുനിയയിലെ സമ്മേളനത്തിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. സന്തോഷത്തോടെ പറയേണ്ട ഒരു വർത്തമാനം വലിയ ദുഃഖത്തോടെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ചോദിച്ചു, നിങ്ങൾ ഏത് ദുഃഖത്തിൽ പങ്കുവെക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ, ഒന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർ, SOS-ൻ്റെയും SKSF-ൻ്റെയും അടക്കമുള്ള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഉസ്താദുമാർ സംഘടിപ്പിച്ച് അവിടുത്തെ സംഘാടകരായി നിലനിന്നുകൊണ്ട് അവിടുത്തെ പ്രവർത്തകരെ കൊണ്ടുവരാനാണ് ഒരു വാഹനം ഏൽപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു വാഹനം ഏൽപ്പിച്ചിട്ടുള്ളത് നാട്ടിലെ പ്രാദേശിക മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലാണ്. അതിലെന്താണ് നിങ്ങൾക്ക് വലിയ ഒരു പ്രയാസമെന്ന് ചോദിക്കുമ്പോൾ, ഉസ്താദെ, ഞങ്ങൾ കുറച്ച് മുമ്പ് ഞങ്ങളെ ബാധിച്ചൊരു വല്ലാത്തൊരു പ്രയാസമുണ്ട്. നിലവിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാറ്റി നിർത്താൻ ആവശ്യപ്പെട്ട, ഞങ്ങൾക്കതുമായി ഒരു ബന്ധമില്ലെന്നു പറയേണ്ട രൂപത്തിലേക്ക് പ്രവർത്തനങ്ങളെ കൊണ്ടുപോയി സംവിധാനങ്ങൾ മുഴുവനും തൻ്റെ കാൽച്ചുവെട്ടിലാക്കുന്ന വിധം പ്രവർത്തിച്ച അബ്ദുൽ ഹക്കീം ഫൈസി എന്ന് പറയുന്ന ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നീട് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനങ്ങൾക്കെതിരായി എന്ന് മാത്രമല്ല, സമസ്തക്കെതിരെയുള്ളൊരു സമാന്തര രൂപം തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കണ്ടെത്താൻ ബഹുമാനപ്പെട്ട നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന, നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്ന, നമ്മളെല്ലാവരും ബഹുഭൂരിപക്ഷം സുന്നി പ്രവർത്തകർ ചേർന്നിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഓരം ചേർന്നുകൊണ്ട് ആ മുസ്ലിം ലീഗിനെ കൂടെ തകർക്കാനുള്ള ചാരപ്പണി ആലിം എന്ന രൂപത്തിൽ വസ്ത്രവിധാനത്തിലൂടെ വാഫി സംവിധാനത്തിൻ്റെ നേതാവ് എടുക്കുന്നതിൽ ഞങ്ങളൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുന്നുണ്ട്. ചോദിച്ചപ്പോൾ എന്തേ കാരണം? അത് നമ്മുടെ നാട്ടിൽ വല്ലാത്തൊരു പ്രയാസമുണ്ടാക്കുമെന്നതാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കേണ്ടത് സമസ്തയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്ന, ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങളും സയ്യിദന്മാരും മുന്നോട്ട് വെക്കുന്ന ആദർശത്തെ അംഗീകരിക്കുന്ന ആളുകളാണ്. എന്നാൽ ഇതിലൊരു രാഷ്ട്രീയ പാർട്ടിയെ ദുരുപയോഗം ചെയ്യേണ്ട ഒരു സാഹചര്യം ഈ വാഫി സംവിധാനത്തിൻ്റെ നേതൃത്വം ഇന്ന് നിലവിൽ അവരുടെ വിദ്യാർത്ഥികളെ കൊണ്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ അത് നമ്മളെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട സയ്യിദന്മാർ, ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ടതിൻ്റെ പ്രഭാഷകർ, ഇവരെല്ലാവരും ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ദീനിൻ്റെ വിഷയങ്ങൾ ഊന്നൽ നൽകിക്കൊണ്ട് ഈ സമുദായത്തെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് പോകുമ്പോൾ ആ സമയങ്ങളിലാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുതിര കയറാനും അതിനെ തകർക്കാനുമുള്ള ചില ചാരപ്പണികൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ ചില വ്യക്തികളിൽ നിന്ന് നമ്മൾ കുറേ കാലമായി കണ്ടുവരുന്നുണ്ട്. ഷാഫി ചാലിയം എന്ന് പറയുന്ന ഒരു ആ മനുഷ്യൻ ബഹുമാനപ്പെട്ട സമസ്തയുടെ സെക്രട്ടറിയായ ഉമർ ഫൈസി ഉസ്താദിനെതിരെ ഉറഞ്ഞുതുള്ളിയത് നമ്മൾ കണ്ടു. എന്തിൻ്റെ പേരിലാണ് അങ്ങനെ സംസാരിച്ചത്? ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് ദീൻ പറഞ്ഞതിൻ്റെ പേരിലോ? ഇവിടെ തബ്ലീഗ് ജമാഅത്തുണ്ട്, മുജാഹിദുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുണ്ട്, ഖാദിയാനികളുണ്ട്. ഇത്തരത്തിൽ മുസ്ലിമാണ് എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് സംഘടനകൾ ഇന്ന് കേരളത്തിലുണ്ട്. അവരുടെ സ്ഥാപനങ്ങൾക്കെതിരെ അവരുടെ സ്ഥാപന മേധാവികൾ തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ വിഷയത്തിൽ ഇടപെടുകയോ ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആ വിഷയത്തിൽ ഇടപെടുന്നതായി നമ്മളാരും കണ്ടിട്ടില്ല. എന്നാൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ വിഷയം വരുമ്പോൾ ഇവർക്കൊക്കെ വലിയൊരു താല്പര്യമാണ് ആ വിഷയത്തിൽ ഇടപെടാൻ. എന്തേ? അത് ഓശാരം വാങ്ങിയുള്ള, അച്ചാരം വാങ്ങിയുള്ള പണി തന്നെയാണ്. ഷാഫി ജാലിയത്തെക്കുറിച്ച് നമുക്കറിയാം. ഒരു സമയം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പരിശുദ്ധമായ വീട്ടിൽ ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടങ്ങളിൽ ആ വീട്ടിൽ ഉറുക്കും മന്ത്രവും ഉണ്ടെന്ന് പറഞ്ഞ് മുജാഹിദിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അവിടുത്തെ വീഡിയോ എടുത്ത് അറബികൾക്കിടയിലേക്ക് പ്രചരണം നടത്തി ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഈ വഹാബികളൊന്നും, ലീഗിലെ വഹാബികളൊന്നും ഒന്നും ഉണ്ടില്ല. ആരാധിനിടപെട്ടത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ബഹുമാനപ്പെട്ട പ്രഭാഷകരാണ്.
അവർ ആ വിഷയത്തിൽ ഇടപെട്ടു. എന്തുകൊണ്ട്? പാണക്കാടിനോടുള്ള സ്നേഹം, അതിരറ്റ സ്നേഹം, അവരോടുള്ള വ്യക്തിപരമായ സ്നേഹം എന്തെന്നാൽ അത് ബഹുമാനപ്പെട്ട പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളാണ് എന്നതാണ്, അഹ്ലു ബൈത്താണ് എന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വർ മുഈൻ അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട മുഈൻ അലി ശിഹാബ് തങ്ങളെ മുസ്ലിം ലീഗിൻ്റെ ഒരു ഔദ്യോഗിക മീറ്റിങ്ങിൻ്റെ ഇടയിൽ വളരെ മോശമായി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ചീത്ത വിളിക്കുകയും അസഭ്യം പറയുകയും ചെയ്തപ്പോൾ ആ വാർത്ത പിന്നീട് മാധ്യമങ്ങളിലൂടെ കണ്ടപ്പോൾ എന്തേ ഷാഫി ചാലിയത്തെ പോലെയുള്ള ഒരാൾക്ക് അവിടെ നാവ് പൊന്തിയില്ല? എന്തേ? അവരൊന്നും നേതാക്കളായിരുന്നിട്ടില്ലാത്ത കാലത്താണോ ഈ സംഭവം നടക്കുന്നത്? അല്ലല്ലോ. പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫൈസി, ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് ബഹുമാനപ്പെട്ട ദീനിൻ്റെ നിലപാടുകളെ പറയുമ്പോൾ എന്തേ പാണക്കാട് കുടുംബത്തിനോട് ഇന്ന് മുസ്ലിം സമുദായത്തിന്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ള ഒരു വല്ലാത്ത അതിരറ്റ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം അത് പൈതൃകങ്ങളിൽ നിന്ന് വന്ന സ്നേഹമാണ്. ആ പൈതൃകത്തിൻ്റെ പാരമ്പര്യം പേറിയതിൽ ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കോയ തങ്ങളുണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദ് ആ കുടുംബത്തോട് ബന്ധമുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളുണ്ട്, ആ കുടുംബത്തിൻ്റെ നേതൃത്വമായിരുന്ന ബഹുമാനപ്പെട്ട ഹൈദർ അലി ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുണ്ട് ആ പൈതൃകത്തിൽ. ആ ബഹുമാനപ്പെട്ട കുടുംബത്തിൽ നിന്ന് പൈതൃകത്തിൽ ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളുണ്ട്. എന്നാൽ ഇവരൊക്കെ ആയിരക്കണക്കിന് മഹല്ലുകളുടെ ഖാദിയായിരുന്നു. ഇവരൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ദീനിൻ്റെ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾക്ക്, ആ തീരുമാനങ്ങളോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്ന നേതൃത്വമായിരുന്നു. പക്ഷേ ഇന്നിൻ്റെ നേതൃത്വത്തിൽ ചില അസ്വാരസ്യങ്ങൾ നമുക്കതിൽ കണ്ടുവരുന്നുണ്ട്. പരിശുദ്ധമായ ദീനിനെ മറ്റുള്ളവർക്ക് കളിയാക്കാൻ കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഇന്നത്തെ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്നുവോ എന്ന ഒരു പേടിയാണ്, ഒരാവലാതിയാണ്, ഒരു ഭയമാണ് ആ കുടുംബത്തോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ടാണ് അവർ ഈ വിഷയത്തിൽ ഉണർത്തുന്നത്. പൊതുവായി ചെയ്യുന്ന തെറ്റുകൾക്ക് പൊതുവായി തന്നെ ആ വിഷയത്തിൽ ഇടപെടേണ്ടത് ഒരു പണ്ഡിത ധർമ്മമാണ്. എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ അത് തെറ്റല്ല എന്ന് പൊതുസമൂഹം വിലയിരുത്തും. അതുകൊണ്ട് ആലിമീങ്ങളുടെ പണിയെടുക്കുക തന്നെ ചെയ്യും. രാഷ്ട്രീയക്കാർ കൃത്യമായി രാഷ്ട്രീയക്കാരെ പണിയെടുത്താൽ മാത്രം മതി എന്ന് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കിടയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ആധികാരികമായി പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ കൃത്യമായി അവർ ശ്രദ്ധിക്കുകയും അവർ ആ വിഷയത്തെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞല്ലോ, ഞാൻ ഒരു അഹ്ലു ബൈത്തിലെ ഒരു നേതൃത്വത്തെയും ചീത്ത പറഞ്ഞിട്ടില്ല, കളിയാക്കിയിട്ടില്ല. ആ വീഡിയോ, ഞാൻ പ്രസംഗിച്ച ആ പ്രഭാഷണം ഇന്നും യൂട്യൂബിലുണ്ടല്ലോ. പത്രക്കാരെ, നിങ്ങൾക്കതിനെ വിലയിരുത്തി ഈ ആളുകളോട് പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന കൃത്യമായൊരു നിലപാടുകളുടെ രാജകുമാരനായി ബഹുമാനപ്പെട്ട പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിലപാടിൻ്റെ രാജകുമാരനായി സയ്യിദ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നത് പോലെ ഇന്നിൻ്റെ നേതൃത്വമായ അഹ്ലു ബൈത്തിൻ്റെ പൊൻതാരകമായി പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായി ഇന്നിൻ്റെ സായും സന്ധ്യയിൽ പോലും ഈ പരിശുദ്ധമായ ദീനിനെ നിലനിർത്താൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കേരളക്കരക്ക്, ഈ മുസ്ലിം ഉമ്മത്തിന് സമ്മാനിച്ച സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളോടുകൂടെയും ഇന്നും നിലപാടിൻ്റെ രാജകുമാരനായി പുണ്യ റസൂലിൻ്റെ കൂടെ ഉമറുണ്ടായിരുന്നത് പോലെ സയ്യിദുൽ ഉലമയുടെ കൂടെ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടമെന്ന് കരുതാകുന്ന ഒരു കാലഘട്ടത്തിൽ എന്തേ രാഷ്ട്രീയക്കാരെന്നും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടേയുള്ളൂ. എല്ലാ കാലഘട്ടങ്ങളിലും രാഷ്ട്രീയം തന്നെ സത്യത്തിൽ ഒരു പ്രതിസന്ധിയാണ്. അത് കാലഘട്ടങ്ങളിലെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കണം, സമസ്ത നിലനിൽക്കണം, ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗും നിലനിൽക്കണം. അങ്ങനെ കരുതുന്ന ഒരുപാട് മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന, സമസ്തയെ നെഞ്ചോട് ചേർക്കുന്ന എന്നെ പോലെയുള്ള പ്രവർത്തകരുണ്ട്. നമുക്ക് ഈ ഒരു സംവിധാനത്തെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സറഉൽ അസീസ്, ബഹുമാനപ്പെട്ടവര് രാഷ്ട്രീയപരമായി കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളുടെ പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ സ്വാധീനിച്ചത്. എന്തേ? അങ്ങനത്തെ ഒരു നേതാവിൻ്റെ ഇടപെടൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിലേക്കും നമ്മുടെ സംഘടനയിലേക്കുമൊക്കെ ഒരുപാട് ആളുകൾ കടന്നുവരാകുന്ന ഒരു നന്മയുള്ള സ്വഭാവവും പെരുമാറ്റവും, വേണ്ടാത്ത വിഷയങ്ങളിൽ ഇടപെടലുകൾക്കപ്പുറത്തേക്ക് നാം ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ രാഷ്ട്രീയക്കാരെന്ന നിലയിലും ആലിമീങ്ങൾ എന്ന നിലയിലും നമ്മൾക്കെല്ലാവർക്കും ഉണ്ട്. ആ ഉത്തരവാദിത്തത്തെ പൂർണ്ണമായും മനസ്സിലാക്കുകയും ആ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട്
നമ്മുടെ ഉത്തരവാദിത്ത നിർവഹണം നടത്തുകയും നമ്മൾ പരിശുദ്ധമായ ദീനിനും നമ്മൾ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിൻ്റെ വിജയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ എല്ലാം മാറ്റിവെച്ച്, സ്വന്തമായ താല്പര്യങ്ങളെ മാറ്റിവെച്ച് ഇതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിച്ചാലേ മുൻഗാമികൾ കാണിച്ചു തന്ന ആ ഒരു പൈതൃകത്തെ സമസ്തയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു വല്ലാത്തൊരു ബന്ധമുണ്ട്, ഐക്യമുണ്ട്, അതിനെ നിലനിർത്താൻ കഴിയൂ. എന്നാൽ ഇതിൻ്റെ ഇടയിൽ കയറി ചാരപ്പണിയെടുക്കുന്ന ചില രാഷ്ട്രീയക്കാരും ചില പണ്ഡിത വേഷധാരികളുടെയും പ്രഭാഷണങ്ങളിലും അവരുടെ ചെയ്തികളിലും നമ്മൾ അകപ്പെട്ടു പോകരുത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിന് വേണ്ടി നമ്മളെല്ലാവരും വലിയ താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം സമസ്തയുടെ സമ്മേളനമാണ്. അള്ളാഹു അതിനെ വിജയിപ്പിക്കട്ടെ. ആ സമ്മേളനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നേതൃത്വം ഒരു വർഷത്തോളമായുള്ള പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട നമ്മുടെ നേതൃത്വം വല്ലാത്ത ക്ഷീണത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്. അള്ളാഹുയുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. അള്ളാഹു പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുകയും അതിനെ സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രത്യേകിച്ച് ഇബ്രാഹിം ഹാജി കുനി അടക്കമുള്ള ഒരുപാട് ഉമറാക്കൾ ഈ ഒരു നന്മയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഒരുപാട് സയ്യിദന്മാർ, പാണക്കാട് സാദാത്യങ്ങളും ജമലുല്ലി സാദാത്യങ്ങളും ജിഫ്രി സാദാത്യങ്ങളും ബഹുമാനപ്പെട്ട ഹസൻ ഖബീലയിലെ സാദാത്യങ്ങളും എല്ലാ സയ്യിദന്മാരും ഈ ഒരു നന്മയുടെ പ്രവർത്തനത്തിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പ്രഭാഷകർ അതിനു വേണ്ടി പ്രഭാഷണം നിർവഹിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവനും സ്വീകരിക്കട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കോടതിയിൽ നാളെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങളെ സ്നേഹിച്ചു, സയ്യിദന്മാരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു തന്ന സമസ്തയെ സ്നേഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദന്മാരോടും അഹ്ലു ബൈത്തിനോടുമുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാരണം കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. സമസ്തയുടെ പ്രചരണത്തിന് വേണ്ടി ഇനിയും നമ്മളാൽ കഴിയുന്ന പ്രചാരകരായി നമ്മൾ മാറണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.